തദ്ദേശ തിരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിമിതി 1 മാസം കൂടി നീട്ടണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം, മിന്നൽ പ്രളയത്തിൽ നിരവധി പേരെ കാണാതായി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള തീയതി 1 മാസം കൂടി നീട്ടി നൽകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം ജൂലൈ 23-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം കഴിഞ്ഞാൽ അപേക്ഷകളും ആക്ഷേപങ്ങളും നൽകേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 7 ആയാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വാർഡ് വിഭജനത്തെ തുടർന്ന് വോട്ടർ പട്ടികയിൽ വാർഡ് അടിസ്ഥാനത്തിൽ ഉണ്ടായ നിരവധി അപാകതകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബോധ്യമായിട്ടുള്ളതാണ്. കൂടാതെ സംസ്ഥാനത്ത് ഉരുത്തിരിഞ്ഞ പ്രതികൂല കാലാവസ്ഥയും തുടർന്നുണ്ടായ കെടുതികളും പൊതുസമൂഹത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ പ്രക്രിയയുമായി ജാഗ്രതയോടെ മുന്നോട്ടു പോകുന്നതിന് തടസ്സമായി. ആയതുകൊണ്ട് അപേക്ഷകളും ആക്ഷേപങ്ങളും നൽകേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 7-ൽ നിന്നും 1 മാസം കൂടി നീട്ടി നൽകിക്കൊണ്ടും മറ്റ് അനുബന്ധ തീയതികൾ ക്രമീകരിച്ചുകൊണ്ടുമുള്ള പ്രഖ്യാപനം ഉണ്ടാകണമെന്ന് ബിനോയ് വിശ്വം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കത്തിലൂടെ ആവശ്യപ്പെട്ടു. ഉത്തരാഖണ്ഡ് ദരാലി ഗ്രാമത്തിൽ മേഘവിസ്ഫോടനം, പിന്നാലെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ നിരവധി വീടുകളും കെട്ടിടങ്ങളും ഒലിച്ചുപോയി. അപകടത്തിൽ ഇതുവരെ 4 മരണം സ്ഥിരീകരിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. സ്ഥലത്ത് SDRF, NDRF, ജില്ലാ ഭരണകൂടം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രക്ഷാദൌത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, പാലക്കാട്, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്ക സംബന്ധമായ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഏതാനും ആഴ്ചകളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. 2018 ഓഗസ്റ്റ് 23 മുതൽ 2019 ഒക്ടോബർ 30 വരെയാണ് മാലിക് ജമ്മു കാശ്മീർ ഗവർണറായിരുന്നത്. നടനും പ്രേം നസീറിന്റെ മകനുമായ ഷാനവാസ് അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 50-ലധികം സിനിമകളിൽ അഭിനയിച്ച ഷാനവാസ് 1981-ൽ പുറത്തിറങ്ങിയ പ്രേമഗീതങ്ങൾ എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. 2015-ൽ അനീഷ് അൻവർ സംവിധാനം ചെയ്ത കുംഭസാരം എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത്. 17,000 കോടി രൂപയുടെ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായി. രാവിലെ 11 മണിയോടെയാണ് അനിൽ അംബാനി സെൻട്രൽ ഡൽഹിയിലെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഓഫീസിലെത്തിയത്. ജൂലൈ 24-ന് മുംബൈയിലെ 50 കമ്പനികളിൽ 35 ഇടങ്ങളിലും ബിസിനസ് ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവുകൾ ഉൾപ്പെടെ 25 ആളുകളെയും റെയ്ഡ് നടത്തിയതിനു ശേഷമാണ് ED സമൻസ് അയച്ചത്. ചേർത്തല തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ ഭാര്യയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. നാളെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിപ്പിക്കാനാണ് തീരുമാനം. SP-യുടെ നേതൃത്വത്തിൽ സെബാസ്റ്റ്യന്റെ ചോദ്യം ചെയ്യൽ 5 ദിവസമായി തുടരുകയാണ്. അന്വേഷണത്തോട് സെബാസ്റ്റ്യൻ നിസ്സഹകരണം തുടരുന്ന സാഹചര്യത്തിലാണ് ഭാര്യയെ ചോദ്യം ചെയ്യാനുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഓഗസ്റ്റ് 8-ന് സുപ്രീം കോടതി പരിഗണിക്കും. മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കര നാരായണൻ തിങ്കളാഴ്ച ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ മുമ്പാകെ ഇക്കാര്യം അറിയിച്ചത്. കേസ് ഓഗസ്റ്റ് 8-ന് ലിസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് അത് അംഗീകരിച്ചു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ആർട്ടിക്കിൾ 370-ന്റെ 6ാം വാർഷികമാണ് ഇന്ന്. കാലിക്കറ്റ് സർവകലാശാലയിലെ ഗസ്റ്റ് അധ്യാപക നിയമനത്തിലെ സംവരണ അട്ടിമറിയിൽ ഇടപെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ലഭിച്ച പരാതികളിൽ പരിശോധന നടത്താൻ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർവകലാശാല പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യുക്രൈനെതിരെ റഷ്യയ്ക്ക് വേണ്ടി പാകിസ്ഥാനിൽ നിന്നുള്ളവരും യുദ്ധം ചെയ്യുന്നുണ്ടെന്ന് ആരോപിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. പാകിസ്ഥാൻ, ചൈന, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള കൂലിപ്പടയാളികളാണ് യുക്രൈൻ സൈന്യത്തിനെതിരെ റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്നതെന്നാണ് സെലൻസ്കി വെളിപ്പെടുത്തിയത്. യുദ്ധമുന്നണിയിലെത്തി സൈനികരുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇവിടെ നിന്നാണ് തനിക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കൂലിപ്പടയാളികളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചതെന്ന് സെലൻസ്കി പറഞ്ഞു. ഈ രീതിയോട്
തങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജനകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.